മക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് രോഗമുള്ളിടത്തേക്കെല്ലാം നിങ്ങൾക്ക് ശരീരത്തിൽ കൈകൾ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിക്കുക. സ്തുതിക്കാൻ പറ്റുന്നവർ ശക്തമായി സ്തുതിക്കണം. വിശ്വാസപ്രമാണം ചെല്ലാൻ പറ്റുന്നവർ തീഷ്ണമായിട്ട് വിശ്വാസപ്രമാണം ചെല്ലണം. കർത്താവ് അടിപ്പിണർ പോലെ വൈദാക്കാലം ഒരു ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുകയും ഓൺലൈനിലുള്ളവരെ പോലും കർത്താവ് സുഖപ്പെടുത്തുന്ന വലിയ നിമിഷമാണ്. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, നിന്റെ കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകളുടെ മേലും ഓരോ മകൻ്റെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടലിൽ കുരുക്കമുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കുടലിൽ കുരുക്കമുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, നിന്റെ തിരുമുറുപാർന്ന വലത് കരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേക കരം കർത്താവെ അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശിരസിൽ കർത്താവ് ബ്രെയിൻ ട്യൂമർ ഉള്ളവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കർത്താവെ, അവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡുള്ളവരെയും തൊണ്ടയ്ക്ക് അസുഖമുള്ളവരെയും തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളവരെയും കർത്താവ് ശ്വാസകോശ രോഗികളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് ഉദര രോഗികളെ, കരൾ രോഗികളെ, കിഡ്നി രോഗികളെ കർത്താവ്, ഹൃദയ രോഗികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ വിശുദ്ധമായ രക്തത്താൽ കർത്താവ് രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുമാറായ മാധ്യസ്ഥതയിലെ വെരിക്കോസിൻ്റെ അസുഖങ്ങൾ, വാതരോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, നടുവേദനകൾ, അസ്ഥികൾ കർത്താവ് അകന്നുപോയ അവസ്ഥകൾ, ലിഗമെന്റ് പൊട്ടിയ അവസ്ഥകൾ, ഓപ്പറേഷനിലെ രോഗങ്ങൾ, സൗഖ്യമാകാത്ത അവസ്ഥകൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മത്തായി 7:9 നമ്മൾ കണ്ടു. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തേള് കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ദൈവമേ, അങ്ങ് ഞങ്ങൾ എന്താണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം, ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഗുണകരമെങ്കിൽ അത് തന്നെ അങ്ങ് തരുമെന്നത് കർത്താവേ അങ്ങയുടെ വാഗ്ദാനമുണ്ടല്ലോ ഈശോയെ. ഇപ്പോൾ കർത്താവ് അനേകം മക്കൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതും അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കർത്താവ് സാമ്പത്തകർച്ചയുള്ളവർ, സാമ്പത്തിക കടങ്ങളാകപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നടപടിയാകപ്പെട്ടിരിക്കുന്നവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പുതുക്കാത്തവർ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, നാട്ടിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് നടന്ന വിവാഹം കർത്താവെ
പിരിയാൻ പോകുന്നവർ, പിരിഞ്ഞു പോയവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖല, മക്കളില്ലാത്തവർ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, കേസിലകപ്പെട്ടവർ, കോടതിയിൽ അകപ്പെട്ടിരിക്കുന്നവർ, കർത്താവ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കർത്താവ് വേദന അനുഭവിക്കുന്ന മുഴുവൻ വേദനകളെ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ജീവ ദുരിതങ്ങൾ, ജീവ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ട നിൽക്കുക. മൗന പ്രാർത്ഥന. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ അതാത് വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ, കുടുംബകാര്യങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും സാക്ഷ്യം പറയാതിരിക്കരുത്. അത് ദൈവത്തിന് നിങ്ങളുണ്ടാക്കുന്ന നഷ്ടമാണ്. ഇപ്പോൾ സൗമ്യയുടെ സാക്ഷ്യം സൗമ്യ പറഞ്ഞതുകൊണ്ടല്ലേ ആ മേഖലയിലുള്ള അനേകം മക്കൾക്ക് ആ ദൈവം അവളെ സുവിശേഷത്തിന് ഉപകരണമാക്കിയത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം ദൈവം നിങ്ങളെ സുവിശേഷമേകാൻ വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ ധ്യാനം കേട്ട നിമിഷം മുതൽ നിങ്ങൾ സാക്ഷ്യമുള്ളവരെല്ലാം എത്രയും വേഗം കൃപാസനത്തിലെത്തി സാക്ഷ്യം പങ്കുവച്ച് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിക്ക് നിങ്ങൾ ചെവി കൊടുത്തുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കൂടാതെ ദൈവത്തിന് പ്രയോജനമില്ലാത്തൊരു അനുഗ്രഹമാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് അനുഗ്രഹം ചിലപ്പോൾ കിട്ടിയത് തന്നെ പ്രയോജനമില്ലാത്ത രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ കടമകളും നിർവഹിച്ച് ദൈവതിരുസന്നിധിയിൽ വിലയുള്ള മനുഷ്യരായി മാറുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. യേശുവേ, സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ. സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി എന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 കൃപാസന മാതാവിനും ഈശോയ്ക്കും
നന്ദി. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ കൊച്ചിയിലാണ്. ഞാൻ 2023 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് ദിവസമൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ഉടമ്പടിയൊന്നും പാലിക്കില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്. എൻ്റെ കുഞ്ഞപ്പോൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബോംബെയിൽ തനിച്ചായതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡ് ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ഉടമ്പടിയിലൊന്നും അത്ര ഇതൊന്നും കാണിച്ചിരുന്നില്ല. എൻ്റെ മോൻ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോവുകയാണ് ഈ വരുന്ന 20-ാം തീയതി. ഞാൻ 2 വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ പൈസ കൊടുത്തു. ഒരുപാട് പൈസ അങ്ങനെ നഷ്ടം വന്നു. ഫേക്കായിട്ടുള്ള ഏജൻസി ആയിരുന്നു. അങ്ങനെ 2 വർഷത്തോളമായി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ ഏജൻസിയിൽ കൊടുത്ത പൈസ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിനി പോകുന്നില്ല, എനിക്കത് തിരിച്ച് വേണം. കാരണം ഞാനത് അറിഞ്ഞു, അവർ ഫേക്കായിട്ടുള്ളൊരു ഏജൻസി ആണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാനത് തിരിച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുമായി കുറച്ച് അവരെനിക്ക് പൈസ തരാതായി. അങ്ങനെ കേസൊക്കെ കൊടുക്കേണ്ടി വന്നു. ഞാനങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു അവിടെ വെച്ച്. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പോകാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടം, ഞാൻ വിദേശത്ത് പോകണം, അവിടെ ജോലി ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ജോലി എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും എല്ലാം എനിക്കൊരു വഴി കാണിച്ചു തരണേന്ന് ഞാൻ ഈശോയോടും മാതാവിനോടും ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കൊടുത്ത ഏജൻസിനോട് ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞു. പൈസ തിരിച്ചു ചോദിച്ചിട്ട് ഞാനന്ന് 7 ദിവസം 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് മാതാവ് ഇവിടെ ഉടമ്പടി എടുത്ത എനിക്കറിയാവുന്ന ഒരാൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയുവാണ്, എന്നെ വിളിച്ചിട്ട് പറയുവാണ്, നിനക്ക് ഓസ്ട്രേലിയ പോകാൻ താല്പര്യമുണ്ടോ? ഞാനത് എല്ലാം റെഡിയാക്കി തരാം, താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാം, നീ ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ട് എന്നോട് എന്താണെന്ന് വെച്ചാൽ വിവരം പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് എടുത്തു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, അത് 2 ആഴ്ചക്കുള്ളിൽ ഈ പോകുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുവാണെങ്കിൽ നീ അത് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഈ ജാനുവരിയിൽ എനിക്ക് വിസ വന്നു. ഇപ്പോൾ ഈ ബുധനാഴ്ച ഞാൻ പോവുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ കുറേ നാൾ ഉടമ്പടിയൊന്നും നോക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോന് 1.5 വയസ്സ് വരെ അവനൊന്നും സംസാരിക്കില്ല, ഒരു കാര്യവും സംസാരിക്കില്ല, ഒരു വേർഡ് പോലും, ഒരു വാക്ക്, ഒരക്ഷരം പോലും പറയത്തില്ല. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോഴേക്കും, ക്രിസ്മസിന് നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, കുഞ്ഞൊന്നും സംസാരിക്കില്ലേ, എന്താ സംസാരിക്കാത്തത്? അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തതല്ലേ, ഉടമ്പടി എടുത്തിട്ട് നീ കുഞ്ഞിങ്ങനെ സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഉടമ്പടി എടുത്ത, എന്നിട്ട് എന്താ നീ പ്രാർത്ഥിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, ഞാൻ ഉടമ്പടിയൊന്നും അങ്ങനെ പാലിക്കാറൊന്നുമില്ല. നീ തൈലം വെച്ച് കൊച്ചിന് എന്നും കുരിശിട്ട് നീ പ്രാർത്ഥിക്ക്, വിശ്വാസ പ്രമാണം ചൊല്ലി, കൊച്ച് സംസാരിക്കും. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കൊച്ചിനും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഒന്നും സംസാരിക്കില്ലെന്ന്. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നപ്പോഴായിരുന്നു അവനും സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസമായി. അപ്പോൾ ഞാൻ എന്നും കുഞ്ഞിന് തൈലം നാവിൽ നെറ്റിയിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയതും കുഞ്ഞ് എല്ലാം സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം 3 ഭാഷ സംസാരിക്കും കൊച്ച്. ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം എല്ലാം നല്ലപോലെ സംസാരിക്കും. ഒരു LKG ഒരു അഡ്മിഷന് പോവുകയാണ്, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അഡ്മിഷന് പോവുകയാണെങ്കിൽ കുഞ്ഞിന് 2.5 വയസ്സായിട്ടുള്ളൂ. ആ പിള്ളേർ സംസാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൊച്ചിനറിയാം. എല്ലാ ഭാഷകളിലും പാട്ട് പാടും. എല്ലാം മാതാവ് എൻ്റെ കുഞ്ഞിനെ എല്ലാവരുടെ മുമ്പിൽ എനിക്ക് നാണക്കേടായിരുന്നു കുഞ്ഞ് സംസാരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും. ഇപ്പം എനിക്കതെല്ലാം മാറിക്കിട്ടി. ഇപ്പം എല്ലാവരും പറയുന്നത്, ഈ കുഞ്ഞ് വായ അടക്കി വെക്കത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്, അത്രയും ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അവന് ഉറങ്ങിക്കിടക്കുമ്പോൾ സീഷേഴ്സ് വന്നപ്പോൾ അതെനിക്കറിയില്ല, അതെന്താണെന്നറിയില്ല. ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. ഉറക്കത്തിലാണ് വരുന്നത്. അപ്പോൾ കൊച്ചിന് അനക്കില്ല. കുഞ്ഞിൻ്റെ കണ്ണ് 2 മേളിലോട്ടായിട്ട് ഇരിക്കുന്നു, കുഞ്ഞിന് അനക്കില്ല. കൈ 2 ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുവാണ്, അനങ്ങുന്നില്ല. കൊച്ചിനെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അപ്പോൾ ഞങ്ങൾ പേടിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഉടമ്പടിയൊക്കെ പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു.
അപ്പോൾ ഞാൻ കുഞ്ഞിങ്ങനെ അനങ്ങാതായപ്പോഴേക്കും ഞാനിരുന്ന് കരയാൻ തുടങ്ങി. എല്ലാവരും വന്നു. ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് തന്നെ ഞാൻ അപ്പം തന്നെ തൈലം, മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശിട്ട് മാതാവിൻ്റെ കാശിരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടം വരെ പോയി. അപ്പോഴൊന്നും കുഞ്ഞിന് ഒരു അനക്കവും ഇല്ല. അവിടെ ചെന്നു. ഡോക്ടർ അപ്പം തന്നെ കാഷ്വാലിറ്റിയിലേക്ക് വന്നു. ഡോക്ടർ വന്നു. ഒരു അരമണിക്കൂറിന് ശേഷമാണ് എൻ്റെ കുഞ്ഞിന് ശ്വാസം വന്നത്. മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം കൊണ്ട് മാത്രമാണ്. ഞാനപ്പോൾ പ്രാർത്ഥിച്ചു. ആ പോകുന്ന വഴിയൊക്കെ എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എൻ്റെ കുഞ്ഞിനെ സംസാരിപ്പിച്ചത് മാതാവാണ്. അപ്പോൾ അത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ തരുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് അപ്പോൾ ആ നിമിഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കയറുന്നത്. ചെന്ന് കഴിഞ്ഞു. കുഞ്ഞിന് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊരാഴ്ച അവിടെ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരെ ഇവിടെ വന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ്റെ അടുത്ത് വന്ന് അത് ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു, ഫിസിഷ്യനായിരുന്നു ആദ്യം കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഫിസിഷ്യൻ പറഞ്ഞു, ന്യൂറോളിക് പീഡിയാട്രീഷ്യനെ കാണിക്കണം, എന്നാലേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറെ ഡോക്ടറിനെ കാണിക്കുന്നതിന് മുന്നേ ഞങ്ങളിവിടെ അച്ഛനെ വന്ന് കണ്ടു. ആൾത്താരയിൽ വന്ന് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചു. അച്ഛൻ പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കുഞ്ഞ് നല്ലതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കൊച്ചിനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോയത്. കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞത് 6 വയസ്സ് വരെ കുഞ്ഞിന് സീഷസിൻ്റെ മെഡിസിൻ കണ്ടിന്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അവിടെ ചെന്നു, പ്രാർത്ഥിച്ചു, ഡോക്ടറിനോട് സംസാരിച്ചു. ഞങ്ങളൊരു കൺസൾട്ടിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, മെഡിസിൻ ഒന്നും വേണ്ട, കുഞ്ഞിന് കൊടുക്കുന്ന മെഡിസിൻ എല്ലാം നിർത്തിക്കോ, എങ്ങാനും ബൈ ചാൻസ് വരുവാണെങ്കിൽ മാത്രം ഒരു സ്പ്രേ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞങ്ങളത് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു കുഞ്ഞിന് സീഷസ് വന്നിട്ട്. ഇതുവരെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല. കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നു. അത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായപ്പോൾ നമുക്കൊരു പെയിൻ വന്നു, അബ്ഡോമിനിൽ പെയിൻ വന്നപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു അത് സ്റ്റോണിൻ്റെ ആയിരിക്കും എന്നുള്ള ഒരു ഇതിൽ ഡോക്ടറിനെ നോർമലി കൊണ്ടേ കാണിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞു, അത് അമ്മയ്ക്ക് അത് നോർമലി ഇൻഫെക്ഷനാണ്, അതുകൊണ്ട് മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയും ആ പെയിൻ കണ്ടിന്യൂസ് വരാൻ തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത പെയിനായി. അങ്ങനെ ഡോക്ടറിനത് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് യൂട്രസിനും ഓവറിക്കും നടുക്കായിട്ടൊരു സിസ്റ്റ് ഉണ്ട്. അതും വളരെ വലുതായിരുന്നു. 16 സെൻറ്റിമീറ്ററിൽ മേലെ ഉള്ളൊരു സിസ്റ്റായിരുന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ സിസ്റ്റ് റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് അവിടെ അമ്മ നടക്കുമ്പോൾ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ചു പോകാമെന്ന് തന്നെ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ലാബിൽ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ എൻ്റെ അപ്പയാണ് പോയത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ ലാബിൽ അവിടെയുള്ള ആ കുട്ടിയെ ചോദിച്ചു, എത്രാമത്തെ കീമോയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കീമോയോ, അതെന്താ, ഇത് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാൻസർ പേഷ്യൻസിനാണല്ലോ കീമോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൻ്റെ ഇതാണ് കാണിക്കുന്നത്. നോർമലാണെങ്കിൽ 125 ആണ് ബ്ലഡ് റിസൾട്ട് വരുള്ളൂ. ഇതിപ്പോൾ 225 ആണ് കാണിക്കുന്നത്. ഇത് 4th സ്റ്റേജിൻ്റെ ക്യാൻസറിൻ്റെ പേഷ്യൻസിനുള്ളതാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കീമോ എന്തായാലും വേണ്ടി വരുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഡോക്ടർ ഇത് ക്യാൻസറാണ്? അപ്പം ഞങ്ങളത് ബയോപ്സി കഴിയാണ്ട് ഞങ്ങളൊന്നും തീർത്ത് പറയത്തില്ല, നിങ്ങളിത് എത്രയും പെട്ടെന്ന് 1 വീക്കിനുള്ളിൽ തന്നെ സർജറി ഇത് ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 2 മാസം കഴിഞ്ഞാലേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി 7 പേഷ്യൻസ് ഉണ്ട് ഈ സർജറി ചെയ്യാനായിട്ട്. അതിനുശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാകുമ്പോഴേക്കും അങ്ങനെയാണല്ലോ. പ്രൈവറ്റിൽ പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ വേണം. അപ്പം അത്രയും പൈസ നമ്മുടെ അടുത്ത് എടുക്കാനില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും. അപ്പം എന്നാലും ഞങ്ങൾ ഓർത്തു, കടം വാങ്ങിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുപോയി നമ്മളത് സർജറി ചെയ്യണം എന്നുള്ളത്. അപ്പം ആൻറ്റി, ഞാനും ഉടമ്പടി എടുത്തത്, അമ്മ ഉടമ്പടി എടുത്തതാണ്. അപ്പം അമ്മയ്ക്ക് എന്നും ഈ പെയിൻ വന്ന് തുടങ്ങി ഞങ്ങളെന്നും തൈലം വയറിലെപ്പോഴും കുരിശിട്ട് കൊടുക്കും. അമ്മയുടെ കാശുരൂപം കൊന്തയിൽ ഇട്ട് കഴുത്തിലിട്ട് തന്നെ കൊടുത്തു. അപ്പോൾ എന്നും ഞങ്ങൾ മാതാവിൻ്റെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടമേലെ നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, മാതാവ് കൃപാസനം മാതാവാണ് നടത്തി തന്നെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ പറ്റും, 1 രൂപ പോലും നമുക്ക് ചിലവാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു മാതാവിൽ മാത്രം വിശ്വാസം സമർപ്പിച്ച് അവിടെ ചെന്നു. ഹോസ്പിറ്റലിൽ സംസാരിച്ചു.
ചെന്ന് അഡ്മിഷനായി 10ാമത്തെ ദിവസം നമുക്ക് സർജറി നടത്തി തന്നു അവർ. 10ാമത്തെ ദിവസം സർജറി നടത്തി റിമൂവ് ചെയ്തു. ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരാനായിട്ട്. അങ്ങനെ ആ 15 ദിവസവും എന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഇനി ഈ ക്യാൻസറെന്നോ കീമോയെന്നോ ഒന്നും എൻ്റെ അമ്മക്ക് അതൊന്നും ചെയ്യാനിട വരുത്തല്ലേ, അങ്ങനൊരു കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ ഇനി ആർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയായിരുന്നു. ഇനി ഒരാൾ പോലും അമ്മക്ക് എന്താണ്, അല്ലെങ്കിൽ ക്യാൻസർ ആണോ അല്ലെങ്കിൽ അങ്ങനെയാണോ കീമോ ഉണ്ടോ എന്ന് ചോദിക്കാനിട വരുത്തല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറയാമെന്ന് ഞാൻ ഇവിടെ വന്ന് അമ്മേനെയും കൊണ്ട് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നേർന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവാണ്. ഇപ്പം അമ്മക്ക് യാതൊരു കുഴപ്പമില്ല. 6 മാസത്തെ റെസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതും എൻ്റെ അമ്മയാണ്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരുപാട് ഓർഫണേജസിൽ, ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പുറത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓർഫണേജസിലൊക്കെ ഞങ്ങൾ പോകും. അങ്ങനെ അവർക്ക് വേണ്ട ഡ്രസ്സുകളും വസ്ത്രങ്ങളും പൈസയൊക്കെ കൊടുക്കും. പിന്നെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ നമ്മൾ ആവശ്യത്തിന് മെഡിസിനൊക്കെ മേടിക്കാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. പിന്നെ ഇവിടെ നാട്ടിൽ ഇവിടെ വീടിനടുത്ത് ആശ്വാസഭവൻ, അങ്ങനെ ഓട്ടിസം ഉള്ള പിള്ളേരെ അവിടെയൊക്കെ ഞാൻ സഹായിക്കാനൊക്കെ പോകും. ആ പിള്ളേരെ നോക്കാനൊക്കെ പോകുമായിരുന്നു. പിന്നെ അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുക്കും. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ അവിടെ പോയിട്ടാണ് കുഞ്ഞിൻ്റെ കേക്ക് കട്ടിങ് ചെയ്യുന്നതും അവരുമായിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പത്രം എല്ലാം വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കും എല്ലായിടത്തും. പിന്നെ ഡെയിലി ബൈബിൾ വായിക്കാം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. അരമണിക്കൂർ ബൈബിൾ വായിക്കും. പിന്നെ കണ്ടിന്യൂസ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ ബൈബിൾ വായിച്ച് തീരാനായി എൻ്റെ. പിന്നെ എല്ലാ ദിവസവും നാട്ടിലുള്ളപ്പോൾ എന്നും ഞാൻ മുടങ്ങാണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കും. കുർബാനയ്ക്ക് പോകും, കുമ്പസാരിക്കും. പേഴ്സണലായിട്ട് പ്രെയർ ഞാൻ ചെയ്യാറുണ്ട്. നേരത്തെ അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ പ്രെയറൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും, പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേക്കും. കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഇപ്പം ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് ആത്മീയമായ കാര്യത്തിലും പ്രാർത്ഥനയിലും ഒരുപാട് വളരാൻ സാധിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ആദ്യമേ പരിശുദ്ധ ദേവി മാതാവിനും തിരുക്കുമാരനോട് ഒത്തിരി നന്ദി പറയുന്നു. ഈ സന്നിധിയിൽ കയറി സാക്ഷ്യം പറയാൻ ഞാൻ അനുവദിച്ചതിന്. എൻ്റെ പേര് അലീന. ഞാൻ വരുന്നത് കൂടാലപ്പാട് സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 അത് ഓൺലൈൻ ഉടമ്പടിയാണ്. ആ സമയത്ത് ഞാൻ UK എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മാസ്റ്റേഴ്സ് പാസ്സായതാണ്. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ഭയങ്കര ടഫ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. പാസ് റേറ്റ് ഭയങ്കര കുറവായിരുന്നു. ആ സമയത്താണ് അങ്ങനെ എനിക്ക് മാസ്റ്റേഴ്സ് പാസ്സാവാൻ പറ്റി. എനിക്ക് നല്ലൊരു സൂപ്പർവൈസറിനെ ദേവമാതാവ് തന്നു. അത് കഴിഞ്ഞിട്ടുള്ളൊരു കടമ്പ എന്ന് പറയുന്നത് PSW കിട്ടുക എന്നാണ്. അതൊരു വിസയാണ് 2 വർഷത്തെ. അതിന് ഒരു 3 ലക്ഷം രൂപ ചിലവ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 50,000 രൂപയാണ്. ബാക്കി 2.5 ലക്ഷം രൂപ എന്ന് ഒപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആ സമയത്ത് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് കറക്റ്റ് ഡേറ്റിൽ എനിക്ക് മാതാവ് എനിക്ക് ആ കാശ് തന്നു. ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് വിസ കിട്ടി. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടി. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയുന്നത് എനിക്ക് വർക്ക് വിസ കിട്ടിയതാണ്. അതെന്ന് പറയുന്നത് ഞാൻ കയറിയ സ്ഥലത്ത് എനിക്ക് വിസ തരില്ല എന്ന് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് അന്വേഷിച്ചില്ല. ഞാൻ പുറത്ത് ഒത്തിരി അന്വേഷിച്ചു. ഞാൻ ആദ്യം എൻ്റെ മെറിറ്റിലാണ് വിശ്വസിച്ചത്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അവിടുത്തെ ലാംഗ്വേജ് റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ ഞാൻ മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് വിസ തരില്ല എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഞങ്ങൾ ഹെഡ് ഓഫീസിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വിസ ഓക്കെ ആയി. പിന്നെ പ്രൊസീജിയേഴ്സായി. അതിനകത്ത് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് കിട്ടിയാൽ മാത്രമാണ് ഞങ്ങൾക്ക് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അത് കിട്ടാൻ ഒത്തിരി വൈകി. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ വെച്ച എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അറ്റ് ലാസ്റ്റ് പ്രാർത്ഥിച്ച് അതെനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വിസ ഡിസിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഓഗസ്റ്റ് 1-ാം തീയതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിക്കൊക്കെ ഒരു മെയിൽ വന്നു, നിങ്ങളുടെ സ്പോൺസറിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽസ് വേണം, അതുകൊണ്ട് നിങ്ങളുടെ പ്രൊസീജിയർ ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചിയുടെയും എൻ്റെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒഴിച്ച് ബാക്കി എല്ലാം സെയിമാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൽ എനിക്കും കൂടി വരേണ്ടതാണ്, പക്ഷേ എനിക്ക് വന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വിസ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിലല്ലാതെ വേറൊരു മെയിൽ എനിക്ക് വരണ്ടാന്ന്. അങ്ങനെ ഓഗസ്റ്റ് 3 അന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. അതിന് ഉച്ച കഴിഞ്ഞ് 2:32 എനിക്ക് വിസ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ വന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇനി ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. രോഗസൗഖ്യങ്ങളും വർക്ക് പ്ലേസിൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ്, അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത വേലയായിട്ട് എനിക്ക് പത്രം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ദാനം സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. പിന്നെ കൃപാസനത്തെക്കുറിച്ച് എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ അവിടെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്നാൽ പോലും വഴിയിലിരിക്കുന്നവർക്ക് ഞാൻ ക്യാഷ് കൊടുക്കും, നാട്ടിലോട്ട് ഞാൻ അയച്ചു കൊടുക്കും, രോഗികൾക്ക് അയച്ചു കൊടുക്കും. ഞാൻ ഉടമ്പടി ഇപ്പോൾ ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം ഉടമ്പടിയിലായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദേവമാതാവിനും ഒത്തിരി നന്ദി.